ഹായ്, ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ജെക്വറി ആണ്. ജെക്വറി 5th മൊഡ്യൂൾ സ്റ്റാർട്ടിംഗ് ആണ്. ഇൻട്രൊഡക്ഷനും പിന്നെ 2-3 ടോപ്പിക്കും കൂടിയാണ് എനിക്കുള്ളത്. അപ്പോൾ നമുക്ക് ജെക്വറി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ജെക്വറി എന്താണെന്ന് ആദ്യം ഞാൻ പറയാം. ജെക്വറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാസ്റ്റ്, സ്മോൾ ആൻഡ് ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറിയാണ്. ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ് jQuery. jQueryയുടെ പേർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പേർപ്പസ് ഓഫ് jQuery ഈസ് ടു മേക്ക് ഈസിയർ ടു ദ ജാവാസ്ക്രിപ്റ്റ് ഓൺ യുവർ വെബ്സൈറ്റ്. നമ്മളൊരു വെബ്സൈറ്റ് ഡെവലപ്പിംഗിൽ യൂസ് ചെയ്യുമ്പോൾ, ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതിനെ കുറച്ചും കൂടെ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ jQuery യൂസ് ചെയ്യുന്നത്. ആദ്യം ജാവാസ്ക്രിപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ആൻഡ് വൈഡ്ലി യൂസ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ജാവാസ്ക്രിപ്റ്റ് ഒരു വൈഡ്ലി യൂസ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ജാവാസ്ക്രിപ്റ്റ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിൽ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിന് നമ്മൾ HTML, CSS ഇതൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. ഇവയൊന്നും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല. യൂസറായിട്ട് ഒരു ഇൻട്രാക്ഷൻ വരണമെങ്കിൽ ഒരു പുതിയൊരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണമെന്ന് വെബ്സൈറ്റുകൾ ആദ്യം നിർമ്മിച്ചിരിക്കുന്ന ഡെവലപ്പേഴ്സിന് തോന്നി. അങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റ് എന്ന ലാംഗ്വേജിനെ ഡെവലപ്പ് ചെയ്യുന്നത്. HTMLും CSSും യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഇൻട്രാക്ഷനും പോസിബിൾ അല്ല. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ക്ലയൻറ്റ് സൈഡ് സിമ്പിൾ ലാംഗ്വേജ് ആണ്. ജാവാസ്ക്രിപ്റ്റ് ഒരു കംപ്ലീറ്റ് ക്ലയൻറ്റ് സൈഡ് സിമ്പിൾ ലാംഗ്വേജ് ആണ്. ഞാനിപ്പോൾ പറയുന്നതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്യാന്ന് വെക്കുക. അപ്പോൾ നമുക്കൊരു എഗെയിൻ ഒരു പോപ്പപ്പ് ആയിട്ടൊരു മെസ്സേജ് വരും, ഡിലീറ്റ് ചെയ്യണോ വേണ്ടയോ, യെസ് ഓർ നോ പറഞ്ഞിട്ട്. അങ്ങനെയുള്ള യൂസറായിട്ട് ഒരു കുറച്ചുകൂടി ഒരു ഇൻട്രാക്ഷൻ വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കടക്കാം. jQuery is a fast and concise JavaScript library created by John Ryan in 2006 with a nice motto, write less and do more. അതായത് jQueryയുടെ മോട്ടോ എന്ന് പറയുന്നത് റൈറ്റ് ലെസ് ആൻഡ് ഡു മോർ. അതായത് നമുക്കൊരു സിംഗിൾ ലൈൻ ഓഫ് കോഡ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. jQuery എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി ആണ്. പിന്നെ ഇതൊരു ഓപ്പൺ സോഴ്സ് ആണ് ആൻഡ് ഫ്രീ ടു യൂസ് ആണ്. ഓക്കെ, jQuery യൂസ് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ലൈൻ ഓഫ് കോഡ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ ജാവാസ്ക്രിപ്റ്റിലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മോർ ലൈൻസ് വേണ്ട വരും ഒരു ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യാനായിട്ട്. പക്ഷേ jQueryയുടെ സഹായത്തോടെ നമുക്കൊരു സിംഗിൾ ലൈൻ ഓഫ് കോഡ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. jQuery simplifies HTML document traversing, event handling, animating and Ajax interaction for rapid web development. jQuery simplifies HTML ഡോക്യുമെൻറ്റിനെ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. ഇവൻറ്റ് ഹാൻഡ്ലിങ്, ആനിമേഷൻസ് ആൻഡ് അജാക്സ് ഇൻട്രാക്ഷൻസ് ഫോർ റാപ്പിഡ് വെബ് ഡെവലപ്മെൻറ്റ് ഇതിനൊക്കെ jQuery ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ jQuery is a JavaScript toolkit designed to simplify various tasks for writing less code. അത് ഞാൻ പറഞ്ഞു, ഒരു സിംഗിൾ ലൈൻ ഓഫ് കോഡ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ടാസ്കുകൾ അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ കുറച്ച് ഫീച്ചേഴ്സ് jQuery സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. DOM മാനിപ്പുലേഷൻ, അതായത് ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ മാനിപ്പുലേഷൻ. DOM എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ മാനിപ്പുലേഷൻ ആണ്. ഇതെന്ന് പറയുന്നത് ദ jQuery made it easy to select DOM element, negotiate them and modify their content by using cross-browser open source selector engine called Sizzle. അതായത് ഒരു ക്രോസ് ബ്രൗസർ ഓപ്പൺ സോഴ്സ് സെലക്ടർ എൻജിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എലമെൻറ്റ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ക്രോസ് ബ്രൗസർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ബ്രൗസറിലും ഇത് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഇവൻറ്റ് ഹാൻഡ്ലിംഗ്, the jQuery offers an elegant way to capture a wide variety of events such as user clicking a link without need to clutter the HTML code itself with the event handlers. അതായത് നമ്മളൊരു ഇവൻറ്റ് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളൊരു മൗസ് ക്ലിക്ക് ചെയ്യണത്, കീബോർഡിൽ പ്രസ് ചെയ്യണത്, അതൊക്കെ ഒരു ഇവൻറ്റുകളാണ്. അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഫീച്ചേഴ്സിനെ jQuery സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
Ajax support. The jQuery helps you to develop a responsive feature-rich site using Ajax technology. അതായത് യൂസറായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഫീച്ചേഴ്സ് jQuery സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു വെബ് പേജ് ഉണ്ടാക്കിയിട്ടിട്ട് നമുക്ക് യൂസർക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു റെസ്പോൺസീവായിട്ട് ഒരു ആക്ഷനും പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ അജാക്സ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് jQuery കുറച്ചുകൂടെ യൂസറായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ആനിമേറ്റേഴ്സ്. The jQuery comes with a plenty of built-in animator effect which you can use in your website. കുറേ ആനിമേഷൻ എഫക്ട്സ് ഇപ്പോൾ പ്രസൻറ്റേഷൻ ചെയ്യാനായിട്ടൊരിത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കുറേ സ്ലൈഡ് ഷോകൾ, കുറേ ആനിമേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറേ ആനിമേഷൻസ് jQuery പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Next one, light weight. The jQuery is a very lightweight library, about 90 KB in size. jQuery എന്ന് പറയുന്നത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ്. ക്രോസ് ബ്രൗസർ സപ്പോർട്ട്. The jQuery has cross browser support and works well in IE 6.0, FF 2.0, Safari 3.0, Chrome and Opera 9.0. ക്രോമും നമ്മൾ ഒപ്പേറ മിനി ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഡിഫറെൻറ്റ് ബ്രൗസേഴ്സിൽ jQuery വർക്ക് ചെയ്യുന്നു, അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലേറ്റസ്റ്റ് ടെക്നോളജി. ദ jQuery സപ്പോർട്ട് CSS 3 സെലക്ടേഴ്സ് ആൻഡ് ബേസിക് എക്സ്പാത്ത് സിൻടാക്സ്. അതായത് കാസ്കാഡ് സ്റ്റൈൽ ഷീറ്റ് ആണ് CSS എന്ന് പറയുന്നത്. അതിൻ്റെ സെലക്ടേഴ്സ് ആൻഡ് ബേസിക് എക്സ്പാത്ത് സിൻടാക്സിനെയൊക്കെ jQuery സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യണത് ഹൗ ടു യൂസ് jQuery എന്ന ടോപ്പിക്കാണ്. jQuery എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. 2 തരത്തിൽ നമുക്ക് jQuery യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വണ്ണാണ് ലോക്കൽ ഇൻസ്റ്റാളേഷൻ. സെക്കൻഡ് വണ്ണാണ് CDN ബേസ്ഡ് വേർഷൻ. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് ലോക്കൽ ഇൻസ്റ്റാളേഷൻ. അതെന്താണ് പറയുന്നത് നോക്കാം. യു ക്യാൻ ഡൗൺലോഡ് jQuery ലൈബ്രറി ഓൺ യുവർ ലോക്കൽ മെഷീൻ ആൻഡ് ഇൻക്ലൂഡ് ഇറ്റ് ഇൻ ടു യുവർ HTML കോഡ്. അതായത് നമ്മളൊരു സൈറ്റ് ഉണ്ട്, www.jquery.com എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ പോയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ jQueryയുടെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയിട്ട് നമുക്ക് ജസ്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ലോക്കലായിട്ട് നമ്മുടെ HTML കോഡിലേക്ക് നമുക്ക് jQueryനെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നെക്സ്റ്റ് വണ്ണാണ് CDN ബേസ്ഡ് വേർഷൻ. യു ക്യാൻ ഇൻക്ലൂഡ് jQuery ലൈബ്രറി ഇൻ ടു യുവർ HTML കോഡ് ഡയറക്ട്ലി ഫ്രം കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക്. അതായത് കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്കിൽ നിന്നും നമുക്ക് jQuery നമ്മുടെ വെബ്സൈറ്റ് HTML കോഡിലേക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിനെ കൂടുതലായിട്ട് ലോക്കൽ ഇൻസ്റ്റാളേഷൻ പറയാണ്. ലോക്കൽ ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പറയുന്നുണ്ട് ഗോ ടു ദ http://jQuery.com പോയിട്ട് അപ്പോൾ അവരുടെ jQueryയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ഓപ്പൺ ആയി വരിക. അതിൽ കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാം. ഡൗൺലോഡ്, പിന്നെ അവരുടെ കുറിച്ച് ഇൻഫോർമേഷൻസ് അറിയാനൊക്കെ ആയിട്ട് കുറേ ഐക്കൺസ് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ വേർഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള വേർഷൻ, അതായത് ലേറ്റസ്റ്റ് വേർഷൻ ആയിരിക്കും എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഏതാണെന്ന് നോക്കിയിട്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ കോഡ്, അതൊരു ഡൗൺലോഡ് ചെയ്യാൻ ഒരു ലിങ്കാണ്. ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമ്മുടെ HTML കോഡിൻ്റെ ഉള്ളിൽ നമ്മളത് പേസ്റ്റ് ചെയ്യാണ്. അതെങ്ങനെയാണ് പേസ്റ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രിപ്റ്റ് എന്നുള്ളൊരു ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ HTML കോഡിൽ ഈ jQueryയുടെ ഡൗൺലോഡ് ചെയ്യാനുള്ളത് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. ഇവിടെ ലേറ്റസ്റ്റ് വേർഷൻ jQuery 2.1.3 min.js ഫയലാണ് ഇവിടെ എക്സാമ്പിൾ പറയുന്നത് കേട്ടോ. അതിൽ തന്നെ ഇവിടെ ഒരു എക്സാമ്പിൾ കാണാം. നമ്മൾ സാധാരണ HTML കോഡ് സ്റ്റാർട്ട് ചെയ്യണത് നമ്മൾ HTML ഹെഡ് എന്ന് പറഞ്ഞ ടാഗൊക്കെ യൂസ് ചെയ്തു, നമ്മൾ ടൈറ്റിൽ കൊടുത്തു. ഇവിടെ കണ്ടോ സ്ക്രിപ്റ്റ് ടൈപ്പ് എന്ന് കണ്ടോ, നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ടുള്ള ഒരു പാത്താണിത്. jQuery 2.1. അങ്ങനെ നമ്മൾ ഇതിനെ ഇവിടെ കോപ്പി ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ നമ്മുടെ HTML കോഡിലേക്ക് jQueryനെ ഡൗൺലോഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ jQuery എന്നുള്ള ലൈബ്രറി നമ്മുടെ HTML കോഡിൽ ഡൗൺലോഡഡ് ആണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ ഈ വെബ്സൈറ്റിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് വേർഷനാണ് CDN ബേസ്ഡ് വേർഷൻ.
CDN എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻറ് ഡെലിവറി നെറ്റ്വർക്കാണ്. കണ്ടൻറ് ഡെലിവറി നെറ്റ്വർക്കാണ്. You can include jQuery library into your HTML code directly from the content delivery network. Okay. The Google and Microsoft provide content delivery for the latest version. ഈ കണ്ടൻറ് ഡെലിവറി നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടും നമുക്ക് jQueryനെ നമ്മുടെ വെബ്സൈറ്റിൽ അതായത് നമ്മുടെ HTML കോഡിൽ നമുക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് താഴെ ഒരു എക്സാമ്പിൾ നോക്കാം. അതിന് മുന്നേ ഇതെങ്ങനെയാണെന്ന് പറയാം. എങ്ങനെയാണ് CDN യൂസ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാമെന്ന് പറയാം. നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ jQuery.com നമ്മൾ ആ വെബ്സൈറ്റിലേക്ക് പോയിട്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ കുറേ ഓപ്ഷൻസ് കാണും. അതിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് അതിന് താഴെ ഡ്രാഗ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് jQuery വിത്ത് CDN എന്നിട്ടുള്ളൊരു ടൈറ്റിൽ കാണാൻ പറ്റും. അതിൽ നമ്മൾ ഒരു code.jQuery എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ വേർഷൻസ് ഓഫ് jQuery കാണാൻ പറ്റും. കുറേ വേർഷൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതിൽ ഏത് വേർഷനാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ കോപ്പി ചെയ്തിട്ട് എന്നിട്ട് നമ്മുടെ HTML കോഡിൽ പോയി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെയും നമ്മുടെ jQueryനെ നമ്മുടെ HTML കോഡിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ കണ്ടോ സ്ക്രിപ്റ്റ് ടൈപ്പിൽ കണ്ടോ text/JavaScript ഇതാണ് ആ കോഡ്. ഞാൻ പറഞ്ഞില്ലേ കോഡ് കോപ്പി ചെയ്യണമെന്ന്. ആ കോപ്പി ചെയ്ത കോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊരു ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് CDN ഉപയോഗിച്ച് jQueryനെ ഇൻക്ലൂഡ് ചെയ്യാം, നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. നേരത്തെ പറഞ്ഞ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷനിൽ ഞാനത് ആഡ് ചെയ്തിരുന്നു. അത് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയണത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് കേട്ടോ അത്, ആഡിങ് jQuery ടു ദ വെബ് പേജ്. അത് നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഞാൻ പറഞ്ഞു. അത് ഇപ്പോൾ ഒന്നും കൂടി ഇവിടെ എടുത്ത് പറയാമെന്ന്. There are several ways to add jQuery on your web page. നമ്മൾ പറഞ്ഞല്ലോ 2 ടൈപ്പ് ഉണ്ടെന്ന്. ഓക്കെ, യു ക്യാൻ ഡൗൺലോഡ് jQuery ഫ്രം jQuery.com or include jQuery from CDN. നമ്മൾ പറഞ്ഞു jQuery.com കൂടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, പിന്നെ CDN യൂസ് ചെയ്തിട്ടും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അവിടെ below 2 methods are used for add jQuery. 2 മെത്തേഡുകളാണ്. ഡൗൺലോഡ് ഫ്രം www.jQuery.com, include jQuery from a CDN. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. Then downloading jQuery. In this method, you download jQuery library and host on your website. jQuery library is a single JavaScript file. You need to give path of jQuery file on your website. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ പാത്താണ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ HTML കോഡിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സിൻടാക്സ് ആണ് പറയുന്നത്. ഞാൻ പറഞ്ഞു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ പാത്ത് കൊടുക്കുക. ഇവിടെ കണ്ടില്ലേ സ്ക്രിപ്റ്റ് jQuery 1.11.3 എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ വേർഷനാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു സിൻടാക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ദെൻ jQuery CDN നേരത്തെ പറഞ്ഞ തന്നെ. Another way to add jQuery on your web page is direct use hosted jQuery library files. Both Google and Microsoft hosts jQuery library. Below syntax is used for add jQuery library on your website. Google CDN യൂസ് ചെയ്തിട്ട് പറയണ തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് ajax.googlelips.com ajax അതന്നെ. നമ്മൾ ഏതിലാണ് പോയേ? jQuery.com പോയിട്ട് അതിൽ താഴെ jQuery വിത്ത് CDN പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഈ കോഡ് കിട്ടുക. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് CDN യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്, അതാണ് പറയുന്നത്. ഇറ്റ് റെഡ്യൂസ് ദ ലോഡ് ഫ്രം യുവർ സെർവർ. നമ്മുടെ സെർവറിൻ്റെ ലോഡ് കുറയ്ക്കും. പിന്നെ ഇറ്റ് സേവ്സ് ബാൻഡ്വിഡ്ത്തിനെ സേവ് ചെയ്യുന്നുണ്ട്. വെൻ എനി യൂസർ വിസിറ്റ് ഓൺ അതർ വെബ്സൈറ്റ് ഇറ്റ് സേവ് ഇൻ ബ്രൗസർ. ആസ് എ റിസൾട്ട് നെക്സ്റ്റ് ടൈം ഈസിലി ലോഡ്. അതായത് നമ്മൾ കുക്കീസൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ അത് നെക്സ്റ്റ് ടൈം പിന്നെയും വരുമ്പോൾ നമ്മൾ ആ സെർച്ച് ചെയ്ത ഒരു പോർഷൻ അവിടെ ഉണ്ടായിരിക്കും. നമ്മളൊരു ലെറ്റർ അടിക്കുമ്പോഴേക്കും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ താഴെ വരും. അതുപോലെ സേവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്.
ദെൻ jQuery കുറച്ച് എഡിറ്റേഴ്സ് ഉണ്ട്. jQueryയിൽ കുറച്ച് എഡിറ്റേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. then jQuery text editor or plugin to help you get that WYSIWYG on your website. ഫസ്റ്റ് നമുക്ക് പറയാം WYSIWYG എഡിറ്റർ അതെന്താണെന്ന് അറിയണം ആദ്യം. അതൊരു ഷോർട്ട് ഫോമാണ് ഒരു വേർഡിൻ്റെ. അത് WYSIWYG എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് WYSIWYG എന്ന് പറയണത്. വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ്. ഈ എഡിറ്റർ യൂസ് ചെയ്യണോണ്ടുള്ള ബെനിഫിറ്റൊക്കെ എന്താണെന്ന് പറയാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് എനേബിൾ യു ടു ഡിസൈൻ വെബ് പേജ് വിത്തൗട്ട് യൂസിങ് HTML ആൻഡ് CSS. അതായത് ഈ WYSIWYG യൂസ് ചെയ്തിട്ട് നമുക്ക് HTML CSS ഇല്ലാതെ ഒരു വെബ് പേജ് നമുക്ക് ഡിസൈനായിട്ട് ചെയ്യാൻ പറ്റും. By using this editor, don't need to learn HTML, CSS, so enables a beginner to make an attractive web page. അതായത് നമുക്ക് ഈ ഒരു വെബ് പേജ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് HTML CSS ഒന്നും പഠിക്കേണ്ട കാര്യമില്ല ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം. ഈ WYSIWYG ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വെബ് പേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ? നമ്മൾ ആൻഡ്രോയിഡിൽ ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ ചെയ്തായിരുന്നു. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് ഒരു ബട്ടൺ കൊണ്ട് നമ്മൾ ബട്ടൺ അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക, അതുപോലെ ടെക്സ്റ്റ് ബോക്സ് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവയ്ക്കുക. അങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു എഡിറ്ററാണ് WYSIWYG എന്ന് പറയുന്നത്. ദെൻ പറയാം JavaScript rich live text editor has eased our life when we need to edit articles, post or even documents online. ഇത് യൂസ് ചെയ്തിട്ട് ജാവാസ്ക്രിപ്റ്റിലെ എഡിറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആർട്ടിക്കിൾസ് എഡിറ്റ് ചെയ്യാം, പോസ്റ്റ് ഈവൻ ഡോക്യുമെൻറ്റ്സ് അതൊക്കെ ഓൺലൈനായിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദി എഡിറ്റർ അലൗ യൂസർ ടു എഡിറ്റ് ദ കണ്ടന്റ് straight away. WYSIWYG is just like editing a document with Microsoft Office. Nowadays, I think all the content management system, blog system are using rich text editor. So here is a 10 editors that can find online, from the most basic support of font formatting to advanced features such as image upload, table creation, Ajax support and so on. നമ്മൾക്ക് കുറേ എഡിറ്റേഴ്സ് നമുക്ക് അറിയാവുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസൊക്കെ നമ്മൾക്ക് ധാരാളം അറിയണം. നമ്മളൊരു കാര്യം എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ചെറിയ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ കുറച്ച് എഡിറ്റേഴ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വണ്ണാണ് മാർക്കറ്റപ്പ്. അത് jQueryയിൽ യൂസ് ചെയ്യുന്ന ഒരു എഡിറ്ററാണ് മാർക്കറ്റപ്പ്. മാർക്കറ്റപ്പ് ഈസ് നോട്ട് മീൻ ടു എ ഫുൾ ഫീച്ചേഴ്സ് ഔട്ട് ഓഫ് ബോക്സ് എഡിറ്ററാണ്. അതിനെ പറയുന്നതാണ് ഫുൾ ഫീച്ചർ ഔട്ട് ഓഫ് ബോക്സ് എഡിറ്ററാണ്. ഇൻസ്റ്റഡ് ഈസ് വെരി ലൈറ്റ് വെയ്റ്റ്, കസ്റ്റമൈസബിൾ ആൻഡ് ഫ്ലെക്സിബിൾ എൻജിൻ മെയ്ഡ് ടു മീറ്റ് ദ ഡെവലപ്പേഴ്സ് നീഡ് ഇൻ ദെയർ CMSs, ബ്ലോഗ്സ്, ഫോറംസ് ഓർ വെബ്സൈറ്റ്. അതായത് കസ്റ്റമർക്ക് ഏറ്റവും എളുപ്പത്തിൽ ബ്ലോഗ്സ്, ഫോറം, വെബ്സൈറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എഡിറ്ററാണ് ഈ മാർക്കറ്റപ്പ് എന്ന് പറയുന്ന എഡിറ്റർ. മാർക്കറ്റപ്പ് ഈസ് നോട്ട് എ WYSIWYG എഡിറ്റർ ആൻഡ് ഇറ്റ് നെവർ വിൽ ബി. ഈ മാർക്കറ്റപ്പ് എന്ന് പറയുന്ന ഒരു WYSIWYG ടൈപ്പ് ഓഫ് എഡിറ്ററേ അല്ല. ദെൻ നെക്സ്റ്റ് വണ്ണാണ് JWYSIWYG എന്ന് പറഞ്ഞൊരു എഡിറ്റർ. ദിസ് പ്ലഗ് ഈസ് ആൻ inline content editor to allow editing rich HTML content on the fly. It's an alternative to WYSIWYG editor with much less features. അതായത് ഈ എഡിറ്റർ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് ആണ്, WYSIWYG എഡിറ്ററിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആണ്, പക്ഷേ അത്രയും ഫീച്ചർ റിച്ച് അല്ല. With a small sizeless 70 KB, 26 KB total and only 9 KB, 18 KB of code and 7 KB packed. The main concept is to keep it simple. Not all users need font coloring to create table, just the basic. അതാണ് JWYSIWYG എഡിറ്ററിൽ പറയുന്നത്. Then lightweight RTE jQuery. Lightweight RTE jQuery. RTE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ച് ടെക്സ്റ്റ് എഡിറ്ററാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ലൈറ്റ് വെയ്റ്റ് ആണ്, 7 KB അൺകംപ്രസ്ഡ് ആണ്, 7 KB ഉള്ളൂ, അൺകംപ്രസ്ഡ് ആണ്.
കോമ്പാറ്റബിൾ വിത്ത് മേജർ ബ്രൗസേഴ്സ്, ഒരുവിധം എല്ലാ ബ്രൗസേഴ്സുമായിട്ട് കോമ്പാറ്റബിൾ ആണ്. ഡിഗ്രേഡ് ഗ്രേസ്ഫുള്ളി. GNU ജനറൽ പബ്ലിക് ലൈസൻസ് ഉണ്ട് ഈ എഡിറ്ററിന്. ഓക്കെ, നെക്സ്റ്റ് എഡിറ്ററാണ് പറയുന്നത് HTML ബോക്സ് jQuery. ഈ എഡിറ്ററിൽ പറയുന്നത് ഈസി ഇൻ്റഗ്രേഷൻ ആണ്. മൾട്ടിപ്പിൾ ബ്രൗസേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്മോൾ സൈസാണ്, അതായത് 15 KB ഉള്ളൂ, സൈസ് ഓഫ് 15 KB. XHTML ഔട്ട്പുട്ട് ഈസ് പോസിബിൾ ആണ്. അജാക്സ് ഇൻ്റഗ്രേഷൻ സപ്പോർട്ടഡ് ആണ്. യൂസർ മാനുവൽ, എ കംപ്ലീറ്റ് യൂസർ മാനുവൽ ദാറ്റ് വിൽ ഗൈഡ് യു ത്രൂ every step of integrating HTML box into your application and customizing it. നെക്സ്റ്റ് എഡിറ്റർ ആണ് പറയുന്നത് WYM എഡിറ്റർ. WYM എഡിറ്റർ ഈസ് എ വെബ് ബേസ്ഡ് WYSIWYG XHTML എഡിറ്റർ ആണ്. WYM editor main concept is to leave details of the documents visual layouts and to concentrate on its structure and meaning while trying to give the user as much comfort as possible. The next editor ആണ് TinyMCE non-jQuery. TinyMCE is a platform-independent web-based JavaScript HTML WYSIWYG editor control released as open source under LPG by Moxie Code Systems. It has ability to convert HTML text area field or other HTML elements to editor instances. Okay. TinyMCE is a very easy to integrate into the content management system. ഇതൊക്കെ ഓരോ എഡിറ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കാം. നെക്സ്റ്റ് വണ്ണാണ് FCK editor non-jQuery. This HTML text editor brings to the web much of the power of the desktop editor like MS Word. It's lightweight and doesn't require any kind of installation on the client computer. The next one is Yahoo YUI Rich Text Editor non-jQuery. The Rich Text Editor is a UI control that replaces a standard HTML text area. It allows for the rich formatting of the text content, including common structural treatments like list formatting treatment like bold and italic text and drag and drop inclusion and sizing of the images. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എഡിറ്റർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒന്നാണ് Zinha non-jQuery. Zinha is a powerful WYSIWYG HTML editor ആണ്, component that works in all other current browsers. Its configurability and extensibility makes it easy to build just the right editor for multiple purposes, from the restricted mini editor for one database field to full-fledged website editor. Its liberal BSD license make it an ideal candidate for integration into any kind of project. Then last one is Rich Text Editor. Separated logical and templates, easy for you to change the look and feel. Separate the language file from the editor, easy for internalization. Easy to integrate and customize. Tested with IE6, IE7, IE8, FF3, Opera 9, Safari 4 and Google Chrome 2. ഇതിലൊക്കെ ഇത് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ എഡിറ്റർ. free of charge under the MIT license. There are two or more editors കൂടി ഉണ്ട്. Some Russian WYSIWYG and CL editor WYSIWYG. Then next നമ്മൾ പറയാൻ പോകുന്നതാണ് jQuery selectors and elements. jQuery
സെലക്ടേഴ്സ് ആൻഡ് എലമെൻറ്റ്സ്. സെലക്ടേഴ്സ് എന്ന് പറഞ്ഞാലേ അതായത് ഫൈൻഡ് ഔട്ട് മാച്ചിങ് എലമെൻറ്റ് ഫ്രം ദ DOM ബേസ്ഡ് ഓൺ ദ ഗിവൺ ക്രൈറ്റീരിയ. നമ്മളൊരു ക്രൈറ്റീരിയ വെച്ച് ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ സെലക്ട് ചെയ്യണതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സെലക്ടേഴ്സ്. യൂസ്ഡ് ടു സെലക്ട് വൺ ഓർ മോർ HTML എലമെൻറ്റ് യൂസിങ് jQuery. അതായത് jQuery യൂസ് ചെയ്തിട്ട് നമുക്ക് ഒന്നോ അതിലധികമോ HTML എലമെൻറ്റ്സിനെ ഇത് സെലക്ടേഴ്സ് വെച്ചിട്ട് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. One element is to selected, we can perform various operation on that selected element. നമ്മളൊരു എലമെൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെൻറ്റ് വെച്ച് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. The jQuery library harness of power of cascading style sheet selectors to let us quickly and easily access elements or group elements in the document object model. നമുക്ക് ഈസിലി ആയിട്ട് എലമെൻറ്റ്സിനെ സെലക്ട് ചെയ്യാനും ഗ്രൂപ്പ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട്. A jQuery selector is a function which make us to expression to find out matching element of the DOM based on the given criteria. നമുക്കൊരു എലമെൻറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. അതിനോട്ട് മാച്ച് ചെയ്യണ എലമെൻറ്റിനെ മാത്രമേ അത് സെലക്ട് ചെയ്യുള്ളൂ. Simply you can say selectors are used to select one or more HTML elements using jQuery. അത് ഞാൻ പറഞ്ഞു, നമുക്കൊരു ഒന്നോ അതിലധികമോ എലമെൻറ്റ്സിന് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വെച്ചിട്ട് നമുക്ക് വേരിയസ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ സാധിക്കും. വൺസ് ആൻ എലമെൻറ്റ് ഈസ് സെലക്റ്റഡ് ദെൻ വി ക്യാൻ പെർഫോം വേരിയസ് ഓപ്പറേഷൻ ഓൺ ദാറ്റ് സെലക്റ്റഡ് എലമെൻറ്റ്സ്. ആ സെലക്റ്റഡ് എലമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേരിയസ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഡോളർ പിന്നെ ഓപ്പൺ ബ്രേസസ് ക്ലോസിങ് അതാണ് പറയുന്നത്. ബ്രേസസ് അല്ല, പാരന്തസിസ് ആണ്. ഫാക്ടറി ഫങ്ഷൻ ഇതാണ് എന്ത് സെലക്ടറിനെ നമ്മൾ സെലക്ടറിനെ കാണിക്കുന്ന സിമ്പൽ ഇതാണ്. ദ jQuery സെലക്ടർ സ്റ്റാർട്ട് വിത്ത് എ ഡോളർ സൈൻ ആൻഡ് പാരന്തസിസ്. അതായത് ഡോളർ സൈൻ പാരന്തസിസ് ആണ് സെലക്ടറിൻ്റെ സിമ്പിൾസ്. ഓക്കെ, the factory function, the dollar sign and parenthesis make use of following three building blocks while selecting element in a given document. അതായത് ഒരു ടാഗ് നെയിം ഉണ്ടായിരിക്കും, നമുക്കൊരു ടാഗ് നെയിം ഉണ്ടായിരിക്കും. ടാഗ് നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെപ്രസെൻ്റ് എ ടാഗ് നെയിം അവൈലബിൾ ഇൻ ദ DOM. ഫോർ എക്സാമ്പിൾ $P സെലക്ട് ഓൾ പാരഗ്രാഫ് ഇൻ ദ ഡോക്യുമെൻറ്റ്. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് ആ ഡോക്യുമെൻറ്റിലുള്ള എല്ലാ പാരഗ്രാഫിനെയും ഇത് സെലക്ട് ചെയ്യും. അതാണ് സെലക്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടാഗ് ഐ ഡി റെപ്രസെൻറ്റ് ചെയ്യണത് എ ടാഗ് അവൈലബിൾ വിത്ത് എ ഗിവൺ ID ഇൻ ദ DOM. ഫോർ എക്സാമ്പിൾ $select എ സിംഗിൾ എലമെൻറ്റ് ഇൻ ദ ഡോക്യുമെൻറ്റ് ദാറ്റ് ഹാസ് എ ID ഓഫ് സം ID. നമ്മളൊരു ID കൊടുത്തു, ആ IDയിലുള്ള എലമെൻറ്റിനെ പോയി അത് സെലക്ട് ചെയ്യും. ഒരു ടാഗ് ID കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ IDയിലുള്ള മാച്ച് ചെയ്യണ എലമെൻറ്റിനെ അത് സെലക്ട് ചെയ്യും. ദെൻ ടാഗ് ക്ലാസ് റെപ്രസെൻറ്റ് എ ടാഗ് അവൈലബിൾ വിത്ത് എ ഗിവൺ ക്ലാസ് വിത്ത് എ DOM. ഫോർ എക്സാമ്പിൾ $some class സെലക്ട് ഓൾ എലമെൻറ്റ്സ് ഇൻ ദ ഡോക്യുമെൻറ്റ് ദാറ്റ് ഹാവ് ക്ലാസ് ഓഫ് ക്ലാസ്. നമ്മൾ ഒരു ക്ലാസിൻ്റെ പേര് കൊടുക്കുകയാണെങ്കിൽ ആ ക്ലാസ്സിലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും അത് സെലക്ട് ചെയ്യും. The selectors are very useful and would be required at every step while using jQuery. They get the exact element that you want from your HTML document. Following tables list down few basic selectors. കുറച്ച് ബേസിക് സെലക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഒന്നാണ് നെയിം. നെയിം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് ഓൾ എലമെൻറ്റ്സ് വിച്ച് മാച്ച് വിത്ത് ദ ഗിവൺ എലമെൻറ്റ് നെയിം. നമ്മളൊരു നെയിമിൽ ഒരു നെയിം കൊടുത്തു, ആ നെയിമിനോട് മാച്ച് ചെയ്തിട്ടുള്ള എല്ലാ നെയിമിനെയും അത് സെലക്ട് ചെയ്യും. #ID സെലക്ട് എ സിംഗിൾ എലമെൻറ്റ് വിത്ത് മാച്ചസ് വിത്ത് ദ ഗിവൺ ID. നമ്മളൊരു ID കൊടുത്തു കഴിഞ്ഞാൽ ആ IDയോട് മാച്ച് ചെയ്തിട്ടുള്ള എല്ലാ IDനെയും അത് സെലക്ട് ചെയ്യും. .class സെലക്ട് ഓൾ എലമെൻറ്റ് വിച്ച് മാച്ചസ് വിത്ത് ദ ഗിവൺ ക്ലാസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സെലക്ട് ഓൾ എലമെൻറ്റ്സ്. ഒരു ക്ലാസ്സിൽ നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സിനെ മാച്ച് ചെയ്തിട്ടുള്ള എല്ലാ എലമെൻറ്റ്സിനെയും അത് സെലക്ട് ചെയ്യും. യൂണിവേഴ്സൽ സെലക്ട് ഓൾ എലമെൻറ്റ്സ് അവൈലബിൾ ഇൻ ദ DOM. അതായത് സ്റ്റാർ കൊടുത്ത് നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ടല്ലേ, അപ്പോൾ സ്റ്റാർ യൂസ് ചെയ്യണത് സെലക്ട് ഓൾ എലമെൻറ്റ്സ് ഇൻ ദ DOM. മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് EFG സെലക്ട് all the combined result of all specific selectors EF or G.
ഇതാണ് എൻ്റെ ടോപ്പിക്ക് jQuery. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.